നമസ്തേ. മമതയുടെ കോട്ടയിൽ വിള്ളൽ. ഒരു ആഴ്ചയിൽ 3 എംപിമാർ രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത്? ഒരു പാർട്ടിയുടെ രാജ്യസഭാ എംപിമാർ ഒരാഴ്ചക്കുള്ളിൽ ഒരാളല്ല, രണ്ടാളല്ല, 3 പേർ രാജിവെച്ചാൽ അതൊരു സാധാരണ രാഷ്ട്രീയ വാർത്തയല്ല. അതൊരു മുന്നറിയിപ്പാണ്, ഒരു കൊടുങ്കാറ്റ് വരുന്നതിന്റെ സൂചനയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ദില്ലി വരെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന ചോദ്യം ഒന്നു മാത്രം: മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ന് അതിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ പ്രകാശ് ചിക് ബറൈക് ഇന്ന് രാജിവെച്ചതോടെ ഒരാഴ്ചക്കിടെ രാജിവെക്കുന്ന 3ാമത്തെ തൃണമൂൽ എംപിയായി മാറി. പ്രകാശ് ചിക് ബറൈക് നേരിട്ട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണനെ കണ്ട് തന്റെ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. തന്റെ രാജി ഉടൻ പ്രാബല്യത്തിൽ വരണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ രാജ്യസഭാ സെക്രട്ടേറിയറ്റിനോടും ചെയർമാനോടും ഡെപ്യൂട്ടി ചെയർമാനോടും നന്ദി രേഖപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് രാജിയല്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്നതിലായിരുന്നു. രാജിക്ക് ശേഷം ബറൈക്ക് നടത്തിയ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായി മാറി. പശ്ചിമ ബംഗാളിലെ ജനവിധി BJPക്ക് അനുകൂലമായിരുന്നുവെന്ന വിലയിരുത്തലാണ് തന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പ്രമുഖ ആദിവാസി നേതാവായ ബറൈക്ക് പാർലമെന്റിൽ ആദിവാസി വിഭാഗങ്ങളുടെ വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്ന നേതാവായിരുന്നു. ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ പൊതുവിതരണം സംബന്ധിച്ച പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതികളിലും അദ്ദേഹം അംഗമായിരുന്നു. അത്തരമൊരു നേതാവിന്റെ രാജി തൃണമൂലിന് വെറും ഒരു സീറ്റ് നഷ്ടമാകുന്നതല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശവുമാണ്. പ്രതിസന്ധിയുടെ തുടക്കം എവിടെ? ഈ കഥ ആരംഭിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ജൂൺ 8-ന് തൃണമൂലിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും രാജ്യസഭയിലെ പ്രധാന ശബ്ദവുമായ സുഖേന്ദു ശേഖറെ രാജിവെച്ചു. പാർട്ടിയിലെ അഴിമതിയും ഭരണപരമായ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. അത് തൃണമൂൽ നേതൃത്വത്തിന് വലിയ ഞെട്ടലായിരുന്നു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. രണ്ടാമത്തെ ആഘാതം എന്നാൽ സുഷ്മിതാ ദേവിന്റെ പിന്മാറ്റം. അതിനുശേഷം ജൂൺ 10-ന് മറ്റൊരു വലിയ വാർത്ത പുറത്തു വന്നു. അതായിരുന്നു തൃണമൂൽ രാജ്യസഭാ എംപിയായ സുഷ്മിതാ ദേവ് രാജ്യസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. രാജിക്ക് പിന്നാലെ അവർ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ സന്ദർശിച്ചതോടെ അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തമായി. 2 വള്ളങ്ങളിൽ ഒരേ സമയം സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. 3ാമത്തെ ആഘാതം ബറൈക്കിന്റെ രാജി. സുഖേന്ദു ശേഖറെ, സുഷ്മിതാ ദേവ്, ഇപ്പോൾ പ്രകാശ് ചിക് ബറൈക്. 3 ദിവസങ്ങൾ, 3 രാജ്യസഭാ എംപിമാർ, 3 രാജികൾ. ഇത് യാദർശികമെന്ന് വിശ്വസിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കഴിയുന്നില്ല. മമതാ ബാനർജിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സുസ്മിതാ ദേവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജ്യസഭാംഗത്വത്തിൽ നിന്നും രാജിവെച്ചത്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രാജ്യസഭ വിട്ട 2ാമത്തെ എംപിയായി അവർ മാറി. ഇതിനു മുൻപ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന രാജ്യസഭാ എംപി സുഖേന്ദു ശേഖറെയും പാർലമെന്റിൽ നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. രാജിക്ക് ശേഷം വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ തന്റെ തീരുമാനം മുന്നോട്ടു പോയതായി സുസ്മിതാ ദേവ് പറഞ്ഞു. എങ്ങനെ രാഷ്ട്രീയം ചെയ്യുമെന്നത് എൻ്റെ വ്യക്തിപരമായ അവകാശമാണ്. ഞാൻ TMCയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ ധാർമ്മികമായി എൻ്റെ രാജ്യസഭാ സീറ്റും ഉപേക്ഷിക്കണം എന്നാണ് സുസ്മിതാ ദേവ് പറഞ്ഞത്. രാജിവെച്ച ഉടനെ സുസ്മിതാ ദേവ് അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മാധ്യമവൃത്തങ്ങൾ പറയുന്ന അനുസരിച്ച് അവർ ഉടൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയും അസമിൽ നിലവിൽ ഒഴിവുള്ള ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമെന്നാണ്. BJPയിൽ ചേരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ബംഗാളിലല്ല, അസമിലാണ്. എനിക്ക് അവിടെ പ്രവർത്തിക്കണം. ഞാൻ ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടു. അടുത്തതായി ഞാൻ ഏത് പാർട്ടിയിൽ ചേരുമെന്നത് ആ പാർട്ടിയുടെ തീരുമാനമായിരിക്കും, എൻ്റേതല്ല. സുഷ്മിതാ ദേവ് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു. അസമിലെ സിൽച്ചാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമായിരുന്നു. എന്നിരുന്നാലും 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി രാജ്ദീപ് റോയിയോട് അവർ പരാജയപ്പെട്ടു. തുടർന്ന് 2021-ൽ അവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. പാർട്ടിക്കുള്ളിലെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ അവർ വേഗത്തിൽ ഏറ്റെടുത്തു. അതിന്റെ ദേശീയ വക്താവായി.
പിന്നീട് അവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രസകരമെന്ന് പറയട്ടെ, BJP സർക്കാരിനെയും ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തെയും സുസ്മിത ദേവ് പരസ്യമായി പ്രശംസിച്ചു. അടുത്ത 5 വർഷത്തേക്ക് BJP അധികാരത്തിലിരിക്കും. പ്രത്യേകിച്ച് ബറാക് താഴ്വരയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നിലവാരം ശ്രദ്ധേയമാണ്. ഞാൻ അവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് മുമ്പൊരിക്കലും ഇത്തരമൊരു വികസനം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. BJPയെ മുൻപ് വിമർശിച്ചിരുന്നുവെന്ന് അവർ സമ്മതിച്ചു. എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടായത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരനും നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം പൊതുജനങ്ങളുടെ വിധിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഹിമന്ത ബിശ്വ ശർമ്മ അധികാരത്തിൽ തിരിച്ചെത്തിയത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: ഇത് വ്യക്തിഗത തീരുമാനങ്ങളാണോ അതോ ഒരു വലിയ രാഷ്ട്രീയ കലാപത്തിന്റെ തുടക്കമാണോ? ചില റിപ്പോർട്ടുകൾ പ്രകാരം പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും കൂടുതൽ നേതാക്കൾ പിന്മാറാൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട്. ചില റിപ്പോർട്ടുകൾ ലോക്സഭാ എംപിമാരുടെ ഒരു വിഭാഗം വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതായി പറയുന്നു. എങ്കിലും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്കോ? ഒരിക്കൽ അജയ്യമായി തോന്നിയിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ന് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. പാർട്ടിയുടെ പ്രധാന നേതാക്കൾ തുടർച്ചയായി പുറത്തേക്ക് പോകുന്നു. ആഭ്യന്തര ഭിന്നതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നു. പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ അവസരമായി കാണുന്നു. അതേസമയം മമതാ ബാനർജിയും തൃണമൂൽ നേതൃത്വവും സ്ഥിതി നിയന്ത്രണത്തിലാണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഒരു രാജി വാർത്തയാകും, ചിലപ്പോൾ 3 രാജികൾ ചരിത്രത്തിന്റെ തുടക്കമാകും. പ്രകാശ് സിംഗ് ബറൈക്കിന്റെ രാജി ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ തീരുമാനമാകാം. പക്ഷേ സുഖേന്ദു ശേഖർ റേ, സുഷ്മിത ദേവ്, പ്രകാശ് സിംഗ് ബറൈക്ക് എന്നിവരുടെ തുടർച്ചയായ പിന്മാറ്റം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. മമതാ ബാനർജി തന്റെ പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം നിലവിൽ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. 1997 കോൺഗ്രസ് വിട്ട ശേഷമാണ് മമത തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഒരാഴ്ച മുമ്പ് വരെ ചിരിച്ചു തള്ളാമായിരുന്ന ഈ ചോദ്യം ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ ഇതൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കാം എന്നാണ് സാധ്യത. രാഷ്ട്രീയത്തിൽ അസാധ്യമായ ഒന്നുമില്ലെന്ന തത്വം തന്നെയാണ് ഇവിടെയും പ്രസക്തിയാകുന്നത്. ന്യൂഡൽഹിയിലെ മാധ്യമ ഇടനാഴികളിൽ ഈ ചർച്ചകൾ സജീവമാകാൻ കാരണം അസാധാരണമായ ചില സംഭവങ്ങളാണ്. പശ്ചിമ ബംഗാളിൽ സ്വന്തം പാർട്ടിയിലെ MLA-മാരുടെ കടുത്ത വിമത നീക്കം നേരിടുന്ന സമയത്ത് മമതാ ബാനർജി ന്യൂഡൽഹിയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ കൗൺസിലർമാരും പ്രാദേശിക നേതാക്കളും നിരന്തരം ആക്രമിക്കപ്പെടുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മമത ഡൽഹിയിൽ തന്നെ തുടരുന്നത്? പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി 15 വർഷം മുഖ്യമന്ത്രിയായിരുന്ന മമതയുടെ കീഴിൽ പാർട്ടിക്ക് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഭരണമാണ് ഉണ്ടായിരുന്നത്. ബംഗാളിന്റെ അനിഷേധ്യ നേതാവായി മമത വളർന്നു. സംസ്ഥാനത്തെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് MP-മാരുടെ പിന്തുണയോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ പോലും മമത ആഗ്രഹിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയോടെ എല്ലാം മാറിമറിഞ്ഞു. 294 അംഗ നിയമസഭയിൽ വെറും 80 അംഗങ്ങളിലേക്ക് ചുരുങ്ങിയതിന് പിന്നാലെ പാർട്ടിക്കകത്ത് നിന്നും തിരിച്ചടികൾ നേരിട്ടു. 100-ലധികം TMC കൗൺസിലർമാർ രാജിവെച്ചു. മമതയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി 60-ലധികം MLA-മാരുടെ പിന്തുണയുമായി ഋതുബ്രത ബാനർജി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി. പാർട്ടിയിലെ 28 MP-മാരിൽ 20 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ട കഖോലി കോഷ് ദസ്തിദാർ NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 1 മാസത്തിനകം മമതയ്ക്ക് താൻ രൂപീകരിച്ച പാർട്ടിയിൽ നിയന്ത്രണം നഷ്ടമായി. എന്നാൽ ഈ ലയന ചർച്ചകൾക്കിടയിൽ പാർട്ടിയിൽ നിന്ന് വിമതനായി മാറിയ ബംഗാൾ പ്രതിപക്ഷ നേതാവ് ഋതുബ്രത ബാനർജി ഒരു വിലങ്ങുതടിയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. 64 വിമത MLA-മാരും 20ഓളം MP-മാരും TMCയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 30 വർഷം മുമ്പ് കോൺഗ്രസ് വിട്ട് താൻ രൂപീകരിച്ച പാർട്ടി വിമതർ തട്ടിയെടുക്കുന്നത് തടയാൻ മമതയ്ക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല വഴി കോൺഗ്രസുമായുള്ള ലയനമാണെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. എന്നും ഒരു പോരാളിയായിരുന്ന മമത ഒടുവിൽ തന്റെ പാർട്ടിയിൽ ലയിപ്പിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയവും ബംഗാൾ രാഷ്ട്രീയവും ശ്രദ്ധിക്കുന്നവർക്ക് മമതാ ബാനർജി എന്ന പോരാളിയെ അറിയാം. ഇത്തരം ഒരു ലയന വാർത്തകൾ തീർത്തും അസാധ്യമായി തോന്നാം. എന്നാൽ മമത ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ലയനത്തെക്കുറിച്ച് ശക്തമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി അറിയാം. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണോ അതോ ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണോ? കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.